ലക്ഷദ്വീപുകളിലെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചരിത്രപരമായ ഐതിഹ്യങ്ങൾ, വാമൊഴികൾ, പ്രാദേശിക വിശ്വാസങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ ദ്വീപുകളിലെ ഇസ്ലാം മതത്തിന്റെ വ്യാപനത്തെ നാം മനസ്സിലാക്കുന്നത്. ഇവയിൽ പലതും ദ്വീപുവാസികൾക്കിടയിൽ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര തെളിവുകളിലൂടെ അവ എല്ലായ്പ്പോഴും സമർത്ഥിക്കാൻ കഴിഞ്ഞേക്കില്ല. പ്രാദേശിക സമൂഹങ്ങൾ പറയുന്ന സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തെ ആദരവോടെ അവതരിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. തുറന്ന മനസ്സോടെയും പ്രദേശത്തിന്റെ സമ്പന്നമായ പാരമ്പര്യങ്ങളോടുള്ള വിലമതിപ്പോടെയും ഈ വീഡിയോയെ സമീപിക്കാൻ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. ഹലോ, ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ഐലൻഡിലാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഉച്ചക്കൂടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ആന്ത്രോത്ത് ലക്ഷദ്വീപിൻ്റെ കൾച്ചറൽ ക്യാപിറ്റലാണെന്ന്. അതുമാത്രമല്ല, ശരിക്കും എല്ലാ തരത്തിലും ഭയങ്കര ഡിഫറെൻ്റ് ആണ് ആന്ത്രോത്ത് ഐലൻഡ്. നമുക്ക് വിശദമായിട്ട് കാണേണ്ട ഒരു ഐലൻഡ് തന്നെയാണ് കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഒരു കാറിൽ തന്നെ ഇങ്ങോട്ട് വന്നത്, എന്നാലും പ്രേക്ഷകർക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫോർമാലിറ്റി. പറയൂ. പരിചയപ്പെടുന്ന ആളാണ് ഇത്. വിയൽ വോയേജ് ലക്ഷദ്വീപ്. ആന്ത്രോത്തിന്റെ ആസ്ഥാന ബ്ലോഗറാണ്. ആന്ത്രോത്തില് ഈ മുക്കും മൂലയും ഇദ്ദേഹത്തിന് സുപരിചിതമാണ്, ഇദ്ദേഹത്തെ സുപരിചിതമാണ്. ഇപ്പൊ കണ്ടില്ലേ, കണ്ണാടിയൊക്കെ ഉണ്ട്. ഒരു അധ്യാപകൻ കൂടിയാണ്, അധ്യാപകനാണ്, അധ്യാപകൻ കൂടിയാണ്, യൂട്യൂബറാണ്, ബ്ലോഗറും കൂടിയാണ്. എന്ത് തരം വീഡിയോകളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഞാൻ ലക്ഷദ്വീപ് റിലേറ്റഡ് വീഡിയോസ് ആണ് കൂടുതലും ചെയ്യല്. അപ്പോൾ വോയേജ് ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപിന്റെ പ്രത്യേകിച്ച് ഈ ആന്ത്രോത്ത് ഐലൻഡിന്റെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനൽ എടുത്ത് നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ഞാൻ ചാനലിന്റെ ലിങ്ക് വെക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ വന്നത്, ഞാൻ പറഞ്ഞല്ലോ ആന്ത്രോത്ത് ലക്ഷദ്വീപിന്റെ കൾച്ചറൽ ക്യാപിറ്റൽ ആണെന്ന്. അതിൽ തന്നെ അത് പ്രകാരം നമുക്ക് ഇവിടെ കാണേണ്ട ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതായത് ലക്ഷദ്വീപിലെ ആദ്യത്തെ മുസ്ലിം പള്ളി അല്ലേ? അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹസ്രത്ത് ഉബൈദുള്ള തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ വന്നപ്പോൾ സ്ഥാപിച്ച ആദ്യത്തെ പള്ളി അതാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. പക്ഷേ ഇതിനപ്പുറം ഇതിനകത്ത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ആ പള്ളി വിശദമായിട്ട് നമുക്കൊന്ന് കാണണം. അപ്പോൾ ഒരാൾ വരാണ്ടല്ലേ? അതെ, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളുണ്ട്, പള്ളി തന്നെയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ടതുണ്ട്. ഇന്നേ വരെ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ആരും വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ ഈ ഉബൈദുള്ള തങ്ങളുടെ മക്ബറയൊക്കെ മക്ബറൊക്കെ എല്ലാം. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഒരാൾ വന്നതിന് ശേഷം കാണാം. ഇതാണ് കേട്ടോ പള്ളി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഒരു ചെറിയ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. ഇവിടെ ഒരു നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, നേർച്ചപ്പാട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതാണ് മക്ബറ കേട്ടോ. ഇതിനകത്താണ് ഉബൈദുള്ള തങ്ങളുടെ ഖബറൊക്കെ ഉള്ളത്. കണ്ടോ? ആക്ച്വലി ഈ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അത്രയും പഴക്കം ഉണ്ടാവില്ല കേട്ടോ. ഇതിങ്ങനെ മാറി 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 വന്ന് ഇപ്പോൾ ദാ ഏറ്റവും പുതുതായിട്ട് മുമ്പിൽ പുതിയ പള്ളി പണിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ടോട്ടൽ ഇവിടുത്തെ ഈ പള്ളിക്ക് 1400 വർഷത്തെ പഴക്കമുണ്ട്. അസ്സലാമു അലൈക്കും. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് സെയ്ദ് മുഹമ്മദ് ഹാഷിം ഉബൈദുള്ള. അപ്പോൾ തങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾക്ക് ഭാഗ്യത്തിന്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. അതായത് ഈ പള്ളിയല്ല, ലക്ഷദ്വീപിൽ ഇസ്ലാം മതം എത്തിയ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പറഞ്ഞു തരും. അപ്പോൾ അവസാനം നമ്മൾ ഈ പള്ളിയിലേക്ക് എത്താം. നമ്മളെല്ലാവരും എല്ലാവരെക്കാളും സ്നേഹിക്കുന്ന ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ കൂടിയാണ് ഇവിടെ ഹസ്രത്ത് ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ദ്വീപിലേക്ക് പുറപ്പെടാൻ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ മഹാനായ നായിബ് റസൂൽ മുമ്പ് മൂല ഉബൈദുള്ള ഖദ്ദസ് തങ്ങൾ മദീനത്ത് പോയി. മദീനയിൽ നിന്ന് മഹാനവറുകളും ഹബീബും തമ്മിൽ സംസാരിച്ച് ഈ കോഴിക്കോട് പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ദ്വീപുണ്ട്, അവിടെ മുഴുവനും ഉഫിരിയത്താണുള്ളത്, അതുകൊണ്ട് അവരെ ദീനിലേക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ വന്ന് അപ്പോൾ പോകാനുള്ള വാഹനം ജിദ്ദയിൽ ഒരു പായ് കപ്പലുണ്ട്, ലാഞ്ചിയാണ് വിളിക്കൽ. ലാഞ്ചിയാണ്, മരത്തിൻ്റെ ലോഞ്ച്. നമ്മളെ കോഴിക്കോട്ടിലൊക്കെ ഉണ്ട് ലാഞ്ച്. അപ്പോൾ ലാഞ്ചിയിൽ കയറിയിട്ട് അവർ ഓടാൻ തുടങ്ങി. ഓടിക്കൊണ്ട് ഏകദേശം വന്നത് അമേനി ദ്വീപിലൊക്കെ ആദ്യം എത്താൻ പോകുന്നത്. അമേനി ദ്വീപ് കണ്ടിട്ടില്ല. ആ നിലക്ക് എത്തിയപ്പോൾ ലാഞ്ചി പൊളിഞ്ഞു പോയി.
ലാഞ്ച് പൊളിഞ്ഞതിന് ശേഷം നമ്മൾ നമസ്കരിക്കുന്ന മുസല്ല ഇല്ലേ, ആ മുസല്ലാന്റെ മുകളിൽ ഇരുന്നിട്ടാണ് മഹാനവറുകൾ അമ്മേനിക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി അവിടുത്തെ ഒരു പെണ്ണിന് സ്വപ്നത്തിൽ കാണിക്കൊടുക്കുന്നുണ്ട്, നാളെ രാവിലെ ഇവിടെ എത്തുന്നുണ്ട്, അയാളെ നീ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാൽ പോരാ, നാളെ രാവിലെ എണീച്ചിട്ട് വിളംബരനടുത്ത് ഇങ്ങനെ ഒരാൾ വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഈ പെണ്ണ് രാവിലെ എണീച്ച് വിളംബരനടുത്തപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ് നീ ഇവൾക്ക് ഭ്രാന്താണ്, ഇവിടെ പിടിച്ച് കെട്ടണം. കാരണം തങ്ങൾ എത്തുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. തങ്ങൾ എത്തുന്നതിന് മുമ്പാണ് ഈ വിവരം പറയുന്നത്. അല്ല ഇവളെ നമുക്ക് പിടിച്ച് കെട്ടണേ, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭ്രാന്തത്താ പറയുന്നത്. ഭ്രാന്താണ് ഇല്ലേ എന്നുള്ളത് നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും കടപ്പുറ തീരത്ത് പോകുമ്പോഴത്തെ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു പായ് കപ്പലിൽ മറ്റേ ഒരു മുസല്ലാന്റെ മുകളിൽ ഒരാൾ കടലിൽ ഇങ്ങനെ വരുന്നുണ്ട്, ബോട്ട് വരുന്ന മാതിരി. അങ്ങനെ വന്ന് കരയിലിറങ്ങിയപ്പോൾ നാട്ടുകാർ മുഴുവനും വളഞ്ഞു നിന്ന് നിങ്ങൾ എന്തിനാ വന്നെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാനിങ്ങനെ നമ്മുടെ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു എന്നുള്ള സ്വപ്നത്തിൽ കൂടി വന്നാണ്, ഇവിടെ കുഫിരിയത്താണ്, അതുകൊണ്ട് ഒരേ ഒരു അള്ളാഹുവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നാട്ടുകാർ പറഞ്ഞ അങ്ങനെ ഒരു ആണ്ടവനുമില്ല, ഒരു അള്ളയില്ല, കാണ്ട മുഴുവനും ആണ്ടവനാണ്, അതുകൊണ്ട് ഞങ്ങൾ കാര്യം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുത്തും മല്ലി ഇടാൻ പോകുന്ന സമയത്ത് അപ്പൊ ഈ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ പെണ്ണ്, അങ്ങനെ മഹാനവറുകൾ അവിടെ നിന്ന് ആ പെണ്ണിനെ വിവാഹം കഴിച്ച്. അപ്പൊ 6 സഹാബികളെ വിശ്വസിച്ചിട്ടുള്ളൂ. 6 വിശ്വസിച്ച് ഈ പെണ്ണും, അതായത് മഹാനവറുകളുടെ ഭാര്യയും മഹാനവറുടെ ലാഞ്ചി നമ്മളൊരു വഞ്ചിയില്ലേ തോണി, ആ തോണിയിൽ കയറിയിട്ടാണ് തുടങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്. തുടങ്ങുന്നില്ലേ ഇങ്ങോട്ട് വന്നു ആന്ധ്രത്ത്, അമ്മേനിന്ന് ആന്ധ്രത്തിൽ വന്നു. ആന്ധ്രത്തിൽ വന്നിട്ട് ഈ കർപ്പുട തീരത്തിൽ ഇറങ്ങി അവിടുന്ന് നേരെ പോയത് ഈ രാജ്യത്തിന്റെ മധ്യത്തുള്ള സ്ഥലത്തല്ല, ഒരു കുന്നായിരുന്നത് ഇന്നലെ കേട്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തിയെന്നാണ്, അദ്ദേഹം കണ്ടെത്തിയെന്നാണ്. എന്താ കണ്ടെത്തിക്കുന്ന്, അദ്ദേഹം കണ്ടാണ്. അവിടെ കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം മഹാനവറുകൾ കണ്ടത് കണ്ടെത്തിക്കുന്നാണ്. അതിന്റെ പേര് ഇപ്പോഴും കണ്ടെത്തിക്കുന്ന്. അപ്പൊ ആ മുകളില് മൂപ്പര് എന്താക്കി ഒരു പോലെ വീട് പോലെ ഉണ്ടാക്കി അവിടെ താമസിക്കാൻ തുടങ്ങി. താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിൽ അപ്പൊ എല്ലാവരും നാട്ടുകാരെല്ലാം കാണാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ തറവാട് കോമലം എന്ന് പറയുന്നതാണ്. അതിന്റെ അന്നത്തെ പേര് കോവിലകം എന്നായിരുന്നു. അപ്പൊ ഇന്ന് കോമലം അതെന്റെ ബാപ്പാന്റെ തറവാടാ. അപ്പൊ അവിടെ രാജാക്കന്മാരായിരുന്നു താമസിക്കുന്നത്. വലിയ ഇവിടെ പണിക്കാരുണ്ടല്ലോ, പണിക്കാർ ഇയാൾ രാജാവിനെ അറിയാതെ പോകുന്ന ആൾക്കാരോട് ഇയാളും പോയി, പണിക്കാരൻ കണ്ടെത്തിക്കുന്നതിന്റെ മുകളിൽ പോയി ഇയാളെ ആദ്യം പോയി കാണുമ്പോഴത്തേക്ക് എന്താക്കുന്നത്, പൂവല് കിളക്കുന്ന ഒതു കൊടുക്കുക, ചെറിയ ഓട കുളമ്പലുള്ള ചെറിയാണ് ഞങ്ങൾ കുവലെന്ന്, മറ്റേത് കുളം, ഇത് കുവല്. അപ്പോ കുവല് കിളക്കുന്നു. പിന്നെ രണ്ടാമത്തേത് താൻ കണ്ടത് കൂക്കി ഇടുന്നുണ്ട്, കൂക്കി ഇടുന്ന വാങ്ക് വിളിക്കണം, മുത്തവലി വന്ന്. മൂന്നാമത്തേത് കുത്തിമറിയുന്നു, അത് നസ്കരിക്കല്. ഇയാൾ രാജാവിനെ അറിയാതെ പോയതല്ല, അവസാനം ഇയാൾ വന്നപ്പോ രാജാവ് ചോദിച്ച് അതെന്താ അവിടെ എങ്ങനെ? രാജാവിനെ അറിയില്ല, ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. ഇപ്പൊ രാജാവിന്റെ ഊഞ്ഞാല് സ്വർണത്തിന്റെ ആണ്, വെടിവെച്ചാലും പൊട്ടാത്ത സാധനമാണ്. ഇയാള് തനക്കറിയാതെ ഇവിടെ ആര് വന്നെന്ന് ചോദിച്ചു അട്ടയിന്ന് അപ്പത്തിന്റെ പൊട്ടിപ്പോയി, ഊഞ്ഞാല് പൊട്ടിപ്പോയി, സ്വർണത്തിന്റെ ഊഞ്ഞാല്. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് അങ്ങനെ ഊഞ്ഞാലിന്റെ മുകളിൽ ഇരുന്നിട്ട് ആലോചിച്ചതാണ് എന്തെന്ന്, നമ്മൾ അറിയാതെ ഇങ്ങനെ വരാൻ പറ്റുന്ന, പക്ഷെ ഇത് സാധാരണക്കാരനല്ല, നമുക്കും പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും ആൾക്കാരെല്ലാം കൂടി പോയി കണ്ട് മഹാനവരോട് സംസാരിച്ച് എന്തിനു വന്നത്. അപ്പൊ പറഞ്ഞ് മുത്ത റസൂൽ സല്ലല്ലാഹു ഞങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ്, നിങ്ങളെല്ലാവരും ഹിദായത്തിലേക്ക് ഇസ്ലാമിലേക്ക് വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, നിങ്ങൾ അത് അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത്രയൊന്നും കുഴപ്പമില്ല, ഓക്കെ. അപ്പൊ അവരൊന്ന് ജീവിതം അവിടുത്തെ സംഗതിയും പോലെ മനസ്സിലാക്കി രാജാവ് പറഞ്ഞ് ഓക്കെ നമുക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ അനുകൂലമായി പോയി. അങ്ങനെ കെലിമയും ചൊല്ലി അന്ന് കുറെ പകുതിയോളം ആൾക്കാര് അന്ന് കെലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. പിന്നെ അവരിവിടുന്ന് പോകുന്ന അവിടേക്ക് അമീനിലേക്ക് തന്നെ വീണ്ടും അമീനിലേക്ക് പോയി. അപ്പോ ആൾക്കാർ ഇതാ വന്നിട്ടുണ്ട്, നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. യുദ്ധമെങ്കിൽ യുദ്ധം എന്തെങ്കിലും ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനെ പിന്നെ ആദ്യം ഇറങ്ങിയത് മധ്യത്തിൽ കൂടിയായിരുന്നു, കറുപ്പുറത്തെ സൈഡിന്റെ മധ്യത്തിൽ കൂടി ഇറങ്ങിയത്. രണ്ടാമത്തെ ഇറങ്ങല് നാട്ടിന്റെ മൂലൊക്കെ ഇറങ്ങിയത്. അപ്പൊ അവിടെ ഇറങ്ങിയപ്പോ നാട്ടുകാരെല്ലാം കൂടിയല്ലോ. അപ്പൊ അവർ ചോദിച്ച് നിങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിച്ചുകൂടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെ ഒരുങ്ങിയ. എന്നാ പിന്നെ ആർക്കും വേണ്ട ബിസ്മില്ലാ റഹ്മാൻ എന്ന് പറഞ്ഞ വലത് കാലത്ത് ഭൂമിയിൽ വെച്ചപ്പോ നാടിങ്ങനെ മറിഞ്ഞുകൊണ്ട് പോകുന്നത്, അടിവറ മറിയാൻ പോകുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെല്ലാം പേടിച്ച് വന്നിട്ട് പെട്ടെന്ന് കെലിമയും ചൊല്ലി ആ നില ഇപ്പോഴും ഉണ്ട്. കപ്പൽ പോയാൽ കാണും, കപ്പലിലൊക്കെ പോകുമ്പോ കാണും ഇങ്ങനെയാ ഉള്ളത്, ചെരിഞ്ഞിട്ട്.
പിന്നെ അവിടെ നിന്ന് അവർ ഇസ്ലാം മതം അതെല്ലാം കഴിഞ്ഞ് കറക്റ്റാക്കി പിന്നെ ഇവിടെ വന്ന് പള്ളിയെടുത്തിട്ട് വീണ്ടും കബരത്തിയിലേക്ക് പോയി. നാട്ടിലെല്ലാം പോകണല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ഈ പള്ളി സ്ഥാപിച്ചത്. അത് 200 പേര് ആണ് അന്ന് സ്ഥാപിക്കാനുള്ളത്. 200 പേര് ഉണ്ടാക്കിയ പള്ളിയായിരുന്നത്. പിന്നെ അവിടെ നിന്ന് എന്താ മഹാനവറുകൾ എന്താക്കി പാട്ടകൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വീടാണത്. പാട്ടക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മഹാനവറുടെ വീടാണ്. ഞങ്ങളെല്ലാം ജനിക്കാൻ പറ്റിയ ഒരു സന്തോഷം എന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഒരു സന്തോഷമാണ്. ഏറ്റവും വലിയ സന്തോഷം അതാണ്, മഹാനവറുടെ വീട്ടിൽ ജനിക്കാൻ കിട്ടിയല്ലോ എന്നുള്ളത്. അങ്ങനെ അവർ വീട് എടുത്തിട്ട് വീണ്ടും കബരത്തിൽ പോയിട്ട് ആൾക്കാരെ വിളിച്ചപ്പോൾ അവരെല്ലാം കുത്താനും അടിക്കാനും വടിയെല്ലാം കൊണ്ട് വന്നപ്പോൾ ഈ രാജ്യത്തൊരു പാമ്പുമില്ല, ഒരു മുയലുമില്ല, ഒരു തേളുമില്ല ഒറിജിനലായിട്ട്. പിന്നെ ആരെങ്കിലും ഞാനോ ഇയാളെ കേരളത്തിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വീട്ടിന്റെ മുമ്പിൽ വെക്കുന്നുണ്ടല്ലാതെ വേറെ മൃഗങ്ങളെ ആടും പശുവല്ല വേറെ ഒന്നുമില്ല. അങ്ങനെ മഹാനവർ വിളിച്ചപ്പോൾ ഒരു സിംഹം കറിച്ചിട്ട് വന്നപ്പോ ജനങ്ങളെല്ലാം പേടിച്ചു വരും. ഒന്നും കാണാത്തൊരു ജന്തുവല്ലേ ഇത്, എന്താ സാധനം. അപ്പൊ എല്ലാവരും കീറിപ്പറിക്കാൻ വരില്ലല്ല, ഞങ്ങളെല്ലാം കെലിമ പറയുമെന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം വന്ന് കെലിമയും പറഞ്ഞിട്ട് അവസാനം മഹാനവർ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വന്ന് ഇനിമേൽ ഈ ദ്വീപിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു പോയി. അപ്പോൾ അങ്ങനെ വന്നിട്ട് വീണ്ടും പിന്നെ കൽപ്പേനി പോയപ്പോ ഭയങ്കര പ്രശ്നമുള്ള ആളാണ്. കൽപ്പേനി അടിക്കാനും കുത്താനും തന്നെ ഒരുങ്ങിയതാ. സംഘമെല്ലാം ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു കൊടുത്തല്ലോ മഹാനവറുകൾ. അപ്പൊ അവിടെ ചെറിയ പക്ഷികളും ഒരു കൂട്ടം മഴയും കാറ്റും എല്ലാം വന്നിട്ട് ഇപ്പൊ ഏതായാലും വെള്ളത്തിന്റെ അടിയിലായിപ്പോന്ന് പറഞ്ഞിട്ട് എല്ലാരും പേടിച്ചിട്ട് വന്നിട്ടാക്കി ഇസ്ലാം മതം സ്വീകരിച്ചു. കലിമ പറഞ്ഞു കൊടുത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ ഓരോരോ കിളുത്തൻ കടമ്പൻ ഇവരെല്ലാം അകറ്റി നിന്ന് വന്നറിഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ ഹിജറ 41 ഇവിടെ ലക്ഷദ്വീപിൽ ഇസ്ലാം പ്രചരിപ്പിച്ചത്. ഹിജറ 41. അപ്പൊ 1403 വർഷമായി. 1403 വർഷം. ഇത് ഇസ്ലാം ഇന്ത്യയിൽ തന്നെ 3ാമത്തെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിയുടെ പേര് പള്ളി ജുമാ പള്ളി. ഞങ്ങളുടെ നാടൻ ഭാഷയിൽ പറയുന്നത് ജമാഅത്ത പള്ളി എന്നാണ്, ആന്ധ്രോത്തിലെ ഭാഷയിൽ. പിന്നീട് എന്താണ് അദ്ദേഹത്തിന്റെ ബാക്കി ചരിത്രം? അള്ളാഹു അനുഗ്രഹം കൊണ്ട് മഹാനവർക്ക് 15 മക്കളുണ്ടായിരുന്നു. 10 ആണും 5 പെണ്ണും. ഈ പെമ്മക്കളിലുള്ളവരാണ് ഈ പാട്ടകളിലുള്ളവർ. ഞങ്ങളുടെ ഫാമിലി. ഈ ആമക്കൾ എന്ന് പറയുന്നത് പല സ്ഥലത്തും പിന്നെ തിരൂരിലുണ്ട്, പിന്നെ കോഴിക്കോട് എന്താ സ്ഥലത്തിന്റെ പേര്, അങ്ങനെ കണ്ട കുറെ സ്ഥലത്തെല്ലാം എന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് ഹജ്ജിന് പോയപ്പോൾ അയാൾ എന്നെ ചോദിച്ച് എവിടത്തെ നമ്മുടെ ദ്വീപിലാണ് ഇങ്ങനെ ഒരു ഹദറത്ത് ഉപയോഗങ്ങളെ പറ്റി അറിയുന്നത്. ഞാൻ പറഞ്ഞു മഹാനവളെ അറിയാവുന്ന ഞങ്ങളെ അവരെ വീട്ടിലാണ് ജനിച്ചതെന്നാണ്. അങ്ങനെ അവർ പറഞ്ഞ് അയാളെ മക്കളെ ഉള്ളതാണെന്ന് പറഞ്ഞു തിരൂർക്കാര്. അദ്ദേഹം മരണപ്പെടുന്നത് ഇവിടെ റംസാൻ 27 ആണ്ട് കഴിഞ്ഞില്ല. റംസാൻ 27 വഫാത്താകുന്നത്. എല്ലാ റമദാൻ 27 ഇവിടെ ആണ്ട് നേർച്ചയുണ്ടാവും. ഇവിടെ വേറെ എന്തെങ്കിലും പരിപാടി ഇപ്പൊ എന്റേതും ഇയാളെ വലിയ ഉമ്മ മരണപ്പെട്ടു പോയി അല്ലേ, എന്റെ സ്വന്തം ഉമ്മ മരണപ്പെട്ടു. അപ്പൊ ആ ദിവസം വരുമ്പോ ഇവിടെ ഖബറടക്കിയതാണോ അല്ലെങ്കിൽ കേരളത്തിൽ ഖബറടക്കിയാണെങ്കിലോ ഇവിടെ എന്താക്കും, യാസീനോദി അന്ന് രാത്രി ബിരിയാണി ഒക്കെ ഉണ്ടാവും. അങ്ങനെ പരിപാടികള്. പിന്നെ ഒരാൾ കരയിൽ മരിച്ചിട്ട് എന്റെ ഉമ്മ കരയിൽ മരിച്ചാണ്. ഞാൻ വന്നിട്ട് മുത്തോലിയോട് പറഞ്ഞ് ഇന്ന് രാത്രി എന്റെ ഉമ്മ മരണപ്പെട്ടാണ്, ബിരിയാണി കൊണ്ടുതന്നെ ഇശാ നമസ്കരിച്ച ശേഷം നമുക്ക് യാസീനോദാണെന്ന് പറഞ്ഞു. യാസീനോദിട്ട് ബിരിയാണി റാഹത്തടിച്ചിട്ട് പോകും. മരണപ്പെട്ടതിന്റെ ഒരു 3-ാം ദിവസം അതേ 3 ദ്വാരക്കല് അങ്ങനെ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തു. 3 ദ്വാരക്കല്. അപ്പൊ അതാണ്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞ ഈ ചരിത്രം പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനുണ്ട്. ഈ പറഞ്ഞ ഈ കണ്ടെത്തി കൊണ്ട് പോകണം. അവിടെ വീടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ പള്ളി ഒന്ന് വിശദമായിട്ട് കാണാം. യുപിന്ന് കുറച്ചു കാലം മുമ്പ് ഞാൻ ചെറുതായ സമയത്ത് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പൊ വന്നിട്ട് ഇവിടെ എല്ലാം നേപ്പാ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വന്നിട്ട് ഇവിടെ പള്ളിയിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തിനു വന്നെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഞങ്ങളെ വിദ്യാർത്ഥി UP-കാരനെന്ന് പറഞ്ഞു. ഹിന്ദി ഒന്നും അറിയില്ല, എന്നാലും കണ്ടം പോലെ അറിഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ഉള്ള ഹിന്ദി അറിയാം, പക്ഷെ അന്ന് ഹിന്ദി അറിയില്ല. അപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ ഉപയോഗങ്ങളെ അതിനകത്ത് ഉപയോഗങ്ങളെ വീട്ടിന്റെ ഭാഗത്തൊരു കിണറുണ്ട്, അതൊന്നും എനിക്ക് കാണുന്നു പറഞ്ഞു. അതെങ്ങനെ അറിയുന്നവര് പറഞ്ഞു UP-കാരനാ ആള്. പിന്നെ കിണറൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങനെ പല ഇതൊക്കെ ഉണ്ട്.
അതായത് ഇവിടെ പണ്ട് ബ്രിട്ടീഷുകാരെ കപ്പൽ വന്നിട്ട് മുഹാമിനെ നേർക്ക് വെച്ചിട്ട് പീരങ്കി ഒട്ടിച്ചതാ. ഒട്ടിച്ച കപ്പലും ഇല്ല, ആളും ഇല്ല, പീരങ്കിയില്ല. ശരി. ആ അങ്ങനെ പല കറാമത്തുകളെല്ലാം കാട്ടിയാണ്. അവളെ പള്ളിയെടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ താഴെ വീണ് ഒരു ഹാനിയും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ പല സംഭവങ്ങളെല്ലാം കാട്ടുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് പള്ളി ഒന്ന് ഓടിച്ചിട്ട് കാണാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാല് കഴുകി കയറാനുള്ള സംവിധാനമാണ്. പിന്നെ ഇവിടെ ഒതു കൊടുക്കാനുള്ള ഹൗലുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ പള്ളിയിലും ഇങ്ങനത്തെ സംവിധാനം ഉണ്ടായിരുന്നു. ഇങ്ങനെ കയറുമ്പോൾ ഇത് ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ പള്ളിയൊന്നുമല്ല. അത് ഒരുപാട് പ്രാവശ്യം പൊളിച്ച് പണിത് ഇപ്പം നിൽക്കുന്നത് ഏകദേശം 200 വർഷം മുമ്പ് പണിത കെട്ടിടമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ കൊത്തുപണികളാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ്. കണ്ടോ, ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടെക്നോളജി മെഷീനറീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് കൊത്തുപണി എടുത്തിട്ടുണ്ട്. നമ്മൾ പല ഇതിനും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ. ഇവിടെ സംഭവം കണ്ടോ, ഇത് ഭയങ്കര അത്ഭുതമായി തോന്നി. ഇതൊന്നും ഇങ്ങനെ ചെങ്ങല പോലെ ഉണ്ട് കേട്ടോ. അത് ഓരോ കണ്ണി കോർത്തുണ്ടാക്കിയതല്ല. ആക്ച്വലി ഇത് ഒറ്റത്തടിയിൽ കൊത്തി ഉണ്ടാക്കിയതാണ്. കേട്ടോ, ഇതൊക്കെ ശരിക്കും ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. പിന്നെ ഇതാ രണ്ടുപേരും അത്ഭുതപ്പെട്ട് നിൽക്കുന്ന വേറൊരു സംഭവമുണ്ട് ഇവിടെ. അതായത് നമ്മുടെ പള്ളികളിലും ഒക്കെ എപ്പോഴും കാണാം നേർച്ചപ്പെട്ടികൾ കാണാം. സാധാരണ അതൊരു ബോക്സ് ആയിട്ട് കുറച്ച് എവിടെയൊക്കെ വെക്കുക ചെയ്യാം. ഇപ്പോൾ ഉപയോഗിക്കുന്നത് വേറെ അവിടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ ഒരു തൂണ് കണ്ടോ, ഈ കൊത്തുമണിയൊക്കെ ചെയ്തിട്ടുള്ള ഈ തൂണിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് ഒരു സാധനം, ഒരു പ്ലേറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ കൊട്ടിക്കാൻ അതിന് വിരലോട് ഇങ്ങനെ മുട്ടിക്ക്. അത് കണ്ടോ, അതിൻ്റെ അകത്ത് ഹോളോ ആണ്, അതിൻ്റെ അകത്ത് പോടാണ്. അതായത് ഇവിടെ ഇങ്ങനെ കോയിൻ ഇടാനുള്ളൊരു ഹോള് കാണാനുണ്ട്. ഇവിടെ ഒരു കീ ഇടാനുള്ള ഹോള് കാണാനുണ്ട്, കീ ഹോള്. കാരണം ഇത് താക്കോൽ വെച്ച് തുറക്കാനുള്ള സംവിധാനമാണ്. പക്ഷേ ഇപ്പം നിലവിലൂടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും അത് തുറന്നതായിട്ടോ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. വർഷമായിട്ട് ഈ ഒരു സാധനം തുറക്കാണ്ട് കിടക്കാണ്. ഇതിനകത്ത് എന്താന്നുള്ളത് ഇനിയും ഒരു ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ള വിഷയമാണ്. പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ ഇവിടെ പൊളിക്കുമ്പോൾ ആ ഭാഗം പൊളിച്ച് പുനർനിർമ്മിച്ച് കഴിഞ്ഞു. അപ്പൊ ഇനി രണ്ടാം ഘട്ടമായിട്ട് ഈ ഭാഗം പൊളിച്ച് പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ സമയത്ത് പൊളിച്ചു നോക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇവർക്ക് ഇത് പൊളിച്ചു നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മളാണെങ്കിൽ ഇത്ര പെട്ടെന്ന് ആദ്യം അറിയേണ്ടത് ഇതായിരിക്കും. അത് മാത്രമല്ല, ഇവിടെ പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. നമ്മുടെ ചാനൽ ഒരു ദിവസം ഇത് ഇട്ടിരുന്നു, എന്റെ ചാനൽ ഇത് ഒരു ദിവസം ഇട്ടിരുന്നു. അതിനുശേഷമാണ് ഇവിടെ ഉള്ളവർ തന്നെ ഒരു സംഭവം. ഞാൻ തന്നെ പല ദിവസവും പള്ളിയിൽ വരാറുണ്ട്, നമസ്കരിക്കാറുണ്ട്. പക്ഷെ ഈ സാധനം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ വരുമ്പോ നമ്മൾ കൂടെ കയറി പോകും. ഈ തൂണിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. ഇതിനകത്ത് എന്തോ ഉണ്ട്, എന്തോ കോയിൻസിന്റെ ഒരു സംഭവം ഉണ്ട്. ഏത് കാലഘട്ടത്തിലെ കോയിൻസ് ആണ് എന്താണെന്ന് നമുക്ക് അറിയില്ല. 200 കൊല്ലം മുമ്പ് എന്തായിരുന്നു പ്രചാരത്തിലുള്ളതെന്ന് ആലോചിച്ചാൽ മതി. ആ സാധനം എന്തായാലും ഇതിനകത്ത് ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ ഇടിക്കുമ്പോ നമുക്ക് ചെറിയൊരു സൗണ്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ, അതിനകത്ത് എന്തോ ഫില്ല് ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പള്ളി പുനർനിർമ്മിക്കുന്ന സമയത്ത് അവരത് തുറന്നു നോക്കാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പം അറിയാം. അപ്പം അറിഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം. ആയിക്കോട്ടെ. പിന്നെ ഇതാ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെയിൻ ഏരിയ ഇതാണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഈ കൊത്തുപണികളൊക്കെ ചെയ്തിട്ട തൂണുകളും മട്ടുപ്പാവല്ലല്ലോ എന്തിനു പറയാം, ഇതിൻ്റെ ഈ മോൾ ഭാഗം സീലിംഗ് സൈഡ് കണ്ടോ, മരം തന്നെ നല്ല കട്ടിയും കനമൊക്കെ ഉള്ള മരങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള പോർഷൻ ഇപ്പോൾ പുതുക്കി പണിതതാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് പുതുക്കി പണിതതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ പള്ളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഭാഗം കൂടി പുതുക്കി പണിയാനുള്ള പദ്ധതി നടക്കുന്നുണ്ട്. കല്ലാണോ അത്? ഓക്കെ. അത് പെയിന്റ് ചെയ്തുകൊണ്ട് അറിയായിട്ടാണല്ലേ, കല്ലിൻ്റെ തൂണാണ് അത്രേ. പിന്നെ ഇവിടെ ഉള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിമ്പർ കണ്ടോ, ഇത് ശരിക്കും ആ കാലഘട്ടത്തിൽ എത്ര ഉബൈദുള്ള തങ്ങളുടെ കാലഘട്ടത്തിൽ പണിതാണ് അത്രേ. ഇപ്പം പക്ഷേ ഇവരിത് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. അതായത് ഏകദേശം 1400 വർഷം പഴക്കമുള്ളത് തന്നെയാണ് കേട്ടത്. ഇതിൻ്റെ മുകളിലൊരു ഭാഗത്ത് അതിൻ്റെ ആ നെറ്റിയുടെ ഭാഗത്ത് അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഇത് നിർമ്മിച്ച കാലഘട്ടത്തിൽ ആ നിർമ്മിച്ച ആളുടെ പേരോ അങ്ങനെ എന്തോ സംഭവമൊക്കെയാണ്. എന്തായാലും ഇത് ഇത്രയും പഴക്കമുള്ളതാണ് കേട്ടോ. ഈ പള്ളിയുടെ അത്ര തന്നെ പഴക്കമുള്ളൊരു മെമ്പറാണിത്. പള്ളിക്ക് ഒരു അപ്സ്റ്റെയർ കൂടി ഉണ്ട് കേട്ടോ. ഈ കോണി വഴി നമുക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറാൻ പറ്റും. ഇതിനൊരു ചരിത്രമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കോണി ഇവിടെ പറയപ്പെടുന്നതാണ്. എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. നേരത്തെ ഉള്ളവർ പറയപ്പെടുകയാണ് ഇത് കടലിലൂടെ ഒഴുകി വന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ വേളയിൽ ഇപ്പോൾ ഇവിടെ കോണി ഇതേപോലെ വേറെ വന്ന സമയത്ത് ഈ ഒരു കോണി കൊണ്ട് മെഹ്ദീൻ പള്ളി എന്നൊരു പള്ളിയാണ്, അവിടെയൊക്കെ വെച്ച് നോക്കിയിട്ട് അവിടെ വേറെ പല സ്ഥലത്തും വെച്ച് നോക്കിയിട്ട് സ്യൂട്ടായിട്ടില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഇവിടേക്ക് ഇത് കറക്റ്റ് ആയിട്ടെന്നാ പറഞ്ഞത്. വേറെ പണിയൊന്നും ഇതിൽ എടുക്കേണ്ടി വന്നിട്ടില്ല. വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ പറയപ്പെടുന്നു. അപ്പൊ ഇതുവഴി നമുക്ക് അങ്ങനെ
മുകളിലേക്ക് കയറാം. മുകൾ ഭാഗം പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് മൊത്തത്തിൽ റിനോവേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഉപയോഗിച്ചിരുന്നതായിരിക്കും. ഇവിടെ ഇങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇതിപ്പോൾ പൊളിക്കാനുള്ള പദ്ധതിയാണല്ലോ. പൊളിച്ചാലും ഈ മരത്തൂണുകളും മര ഉരുപ്പടികളൊക്കെ അതേപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൊരു പ്ലാനാണ് ഇവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ആക്ച്വലി പള്ളിയുടെ പ്രധാന ബിൽഡിംഗ് നമ്മളിപ്പോൾ കണ്ടത് ഇതാണ്. ഈ ചെറിയ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉബൈദുല്ലാ തങ്ങളുടെ മഖാമാണ് കേട്ടോ. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്പോട്ടുകൾ കാണാനുണ്ട്. അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു സർപ്രൈസ് കിട്ടി കേട്ടോ. അതായത് നമുക്ക് ഇപ്പോൾ ഈ കേട്ട ചരിത്രത്തിനുമായി ബന്ധപ്പെട്ട ആ ചരിത്രം പറയുന്നൊരു പാട്ടില്ലേ, അത് നമുക്ക് ഇദ്ദേഹം പാടിത്തരും. ആദ്യം നീ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹം. ഈ പറഞ്ഞ ഫാമിലിയിൽപ്പെട്ട ആൾ തന്നെയാണ്. പേര് ആസാദ് അല്ലേ? മുഹമ്മദ് അസ്സാദ് എന്നാണ് പേര്. അസ്സാദ്. ആൾക്കാർ വിളിച്ച് ആസാദായിട്ട്. ഓക്കെ ഓക്കെ. എന്നാ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി. ഇസ്ലാമിൻ പ്രചാരമായി ദിപെട്ടതിലും പ്രകാശമായി കാണിച്ചോർ സയ്യിദുബൈദുല്ലാ കഞ്ചകർ കൻഹൂറലിയല്ലാ മമണി റൗള ഷരീഫിന്ന് മന്നർ നബിൻ്റരുളാലന്ന് ഒമനർ ജിദ്ദതനിൽ നിണ്ട് കപ്പൽ കയറി മുദീർ തന്ന് ദിനിസ്ലാമിൻ പ്രചാരമായി ദിപെട്ടതിലും പ്രകാശമായി കാണിച്ചോർ സയ്യിദുബൈദുല്ലാ കഞ്ചകർ കൻഹൂറലിയല്ലാ അന്തർപതിയിൽ പ്രധാനരാമന്തിയുറങ്ങും മഖ്ബറ അന്തർപതിയിൽ പ്രധാനരാമന്തിയുറങ്ങും മഖ്ബറ മന്ത്രി അബൂബക്കർ പേരരാം മധുട്ടിടയൻ കെ പാലരാം ദിനിസ്ലാമിൻ പ്രചാരമായി ദിപെട്ടതിലും പ്രകാശമായി കാണിച്ചോർ സയ്യിദുബൈദുല്ലാ കഞ്ചകർ കൻഹൂറലിയല്ലാ. നല്ല പാട്ട്, ശരിക്കും നല്ല പാട്ടാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. എന്നാ നമുക്ക് പോലെ നമ്മള് വീട്ടിൽ പോവാം അല്ലേ? അങ്ങോട്ട് പോവാം. ഇതാണ് കേട്ടോ ഇപ്പോൾ പള്ളി പുതുക്കി പണിതതിൻ്റെ മുൻഭാഗം. ഇനി ബാക്കിലേക്കും അതങ്ങോട്ട് എക്സ്റ്റൻഷൻ വരും. നമ്മളപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അതിന് ശേഷം നമ്മൾ ആ ഹിസ്റ്ററിയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. 5 മിനിറ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിട്ടോ. ഇവിടെ എന്താ സംഭവം? ഇത് ഉബൈദുല്ലാ തങ്ങൾ താമസിച്ച വീടെന്നാണ് പറയപ്പെടുന്നത്. പാട്ടകൽ അമ്മിനി ഇന്ന് ബിണ്ടി ഹമീദത്ത് ബിബി എന്ന പാട്ടുകൾ കേട്ട പോലെ ഹമീദത്തുവിനെ അമ്മിനിയിൽ കല്യാണം കഴിച്ചിട്ട് പാട്ടകൽ അന്ത്രോത്ത് ദ്വീപിൽ വന്നപ്പോൾ താമസിച്ച വീടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അവരോട് നമുക്ക് ചോദിച്ചു. ഈ വീട് പിന്നീട് പുതുക്കി പണിതിട്ടുണ്ട്. പക്ഷേ അന്ന് ഈ പള്ളി പണിയുന്ന അതേ ദിവസം തറക്കല്ലിട്ട് പണിത അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹം ഇരുന്ന മുറി ഇപ്പോഴും അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മുറിയാണ്. ഇതാണല്ലേ ആ റൂം. ഇനിയും പഴയ പോലെ തന്നെ അവർ സൂക്ഷിച്ചേക്കാം. വീട് മൊത്തം പുതുക്കി പണിതിട്ടും ഇത് മാത്രം അങ്ങനെ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഈ വീട് ഞങ്ങൾ പുതുക്കി പണിയിട്ടുണ്ട് വീട്. പക്ഷെ ഈ തിണ്ണ കയ്യാലെന്ന് പറയും, ഞങ്ങൾ തറക്കാലെന്ന് പറയും. അപ്പൊ അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. മഹാനവറുകൾ ഉപയോഗിച്ച ആ ഒരു ഇത് അങ്ങനെ തന്നെ പഴമയും തനിമയും നിലനിർത്തി സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഇവര് കയ്യാലെന്നാ പറയാം. ഇത് ചില വീടുകളിലൊക്കെ ലക്ഷദ്വീപിൽ കണ്ടിട്ടുണ്ട്. കിടക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഒരു തിണ്ണ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുക. കട്ടിലിന് പകരം പടുത്തിട്ടുണ്ടാക്കുന്ന കെട്ടി ഉണ്ടാക്കിയ ഒരു തിണ്ണയാണ്. ചുണ്ണാമ്പ് ഉപയോഗിച്ച് കല്ലും ചുണ്ണാമ്പ് കടലിലെ കല്ല് കത്തിച്ചിട്ട് ചുണ്ണാമ്പാക്കും. ആ ചുണ്ണാമ്പ് ഉപയോഗിച്ചാണ് നേരത്തെ ഇവിടെ വീടുകളൊക്കെ തേച്ചിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. സിമെന്റ് ഒന്നുമില്ല. പഴയ വീട്. ഈ സംഭവം എല്ലാ വീടിലും ഉണ്ടാവും.
എല്ലാ കവരത്തി വെച്ചൊരു പഴയ വീട് നമ്മൾ കാണാൻ ആ വീട്ടിലുണ്ടായിരുന്നു. അതില്ലാത്ത വീടുകളില്ല, പഴയ വീടുകളൊന്നും ഈ തിണ്ണയില്ലാത്ത വീടുകളില്ല. പിന്നെ കട്ടലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഈ സംഭവങ്ങളാണ് കിടക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അതെ അതെ. അപ്പൊ ആ സംഗതി അതേ രീതിയിൽ തന്നെ കേട്ടോ, അതിനകത്ത് ഒരു പണി ഇവർ ചെയ്തിട്ടില്ല, അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്ന് ദ്വീപുകളിൽ ഒരു വീട്ടിൽ ഇത് കാണാൻ സാധ്യത വളരെ കുറവാണ്. ഇതേപോലെ പുതിയ വീടുകൾ പുതിയ വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിപ്പോ ഞങ്ങൾ ആ വാഹനങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് കാത്തു സൂക്ഷിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്തെങ്കിലും ചടങ്ങോ പരിപാടികളോ ഉണ്ടാവാറുണ്ടോ? അങ്ങനെ ഉണ്ട്. പെരുന്നാൾ ദിവസം പെരുന്നാളിന്റെ ദിവസം നമ്മളെ ഹാദി ഉണ്ടല്ലോ, ഹാദീനെ ഇവിടെ ആനയിച്ചു കൊണ്ടുപോകും. കാരണം ഇവിടത്തെ മുക്രി ഉണ്ടല്ലോ, പള്ളിയിലെ മുക്രിയും അവിടുത്തെ ജമാഅത്ത് കുറച്ച് ആൾക്കാരും കൂടി ഇങ്ങോട്ട് വരും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ്. അപ്പൊ ഹാദിയുടെ വീടാണിത്, പാട്ടകൽ തറവാട്ടിൽ നിന്നാണല്ലോ ഹാദി ഉള്ളത്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഫാത്തിഹ വിളിച്ച് ദുആ ഒക്കെ ചെയ്തിട്ട് പിന്നെ കൊടയൊക്കെ ചൂടിയിട്ട് അന്ന് ഹസ്രത്ത് ഉബൈദുല്ലാ തങ്ങളെ എങ്ങനെയായിരുന്നോ കൊണ്ടുപോയിരുന്നത് അതേപോലെ തന്നെ ഇന്നലും തുടർന്ന് വരികയാണ്. നിലവിലെ ഹാദി ആരാണോ, പാട്ടകൽ തറവാട്ടിൽ നിന്ന് ഹാദി ഉള്ളത്, അപ്പൊ നിലവിലെ ഹാദി ആരാണോ അവരെ ഇതേപോലെ ആനയിച്ച് ഹസ്രത്ത് ഉബൈദുല്ലാനെ അന്ന് അനുയായികൾ കൊണ്ടുപോയ അതേപോലെ പള്ളിയിലേക്ക് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഹമീദത്ത് ബീവിനെ ഹമീദത്ത് ബീവിന്റെ സ്ത്രീനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? അങ്ങനെയാണ്. അതുപോലെ മഖാമിനകത്ത് മക്ബറക്കകത്ത് 2 ഖബർ വേറെ കണ്ടില്ലേ? അത് ഭാര്യ ഹമീദത്ത് റളിയല്ലാഹുവിനെയും പിന്നെ ഒരു മക്കളിൽപ്പെട്ട ഒരാളുടെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇതാ ഇവിടെ അന്ന് ഉപയോഗിച്ചൊരു വിളക്ക് ഉണ്ടോ, ഇതിനെന്താ പറയുക, തൂക്കുവിളക്ക് എന്നാണ് പറയാ. കേരളത്തിൽ ഇങ്ങനത്തെ തൂക്കുവിളക്ക് എന്നാണ് പറയാറുള്ളത്. ഇത് കത്തിക്കാരൊക്കെ ഉണ്ട് അല്ലേ? ഫംഗ്ഷൻസിലൊക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ദേ ഈ വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. അതുപോലെ ഇതാ ഇവിടെ ഒരു വീടുണ്ട്, പിന്നെ അങ്ങോട്ട് ബാക്കിലേക്ക് വീടുകളുണ്ട്, അതുപോലെ ഇതാ ഈ ഭാഗത്തൊക്കെ വീടുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ ഉബൈദുല്ലാ തങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് കേട്ടോ. പട്ടക്കൽ ഫാമിലിയുടെ വീടുകളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ കുറച്ചും കൂടി ദൂരം കാറിൽ വന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി അകത്തേക്ക് പോകണം അല്ലേ? അതെ അതെ അതെ. നമ്മളിപ്പോൾ സംസാരിച്ച ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് നമുക്ക് ഇവിടെ കാണാനുണ്ട്. അത് മാത്രമല്ല ഇവിടെ നല്ല രസമാട്ടോ, ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ഉച്ച നേരത്തെ ഇപ്പൊ ഉച്ച സമയല്ലേ, ആ സമയത്ത് നെട്ടുച്ച നേരത്ത് വന്നാൽ ഇവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. കാരണം കുറെ ചെടികളും പച്ചപ്പ് പിടിച്ച സ്ഥലങ്ങളാണ് ഇവിടെ മൊത്തം. പിന്നെ ഇതേപോലെ ചെറിയ ചെറിയ കുന്നുകളൊക്കെ ബാക്കി പല ദ്വീപിലും ഇല്ല കേട്ടോ. നമ്മുടെ ആന്ധ്രോത്ത് ദ്വീപിന്റെ ഒരു പ്രത്യേകതയാണ്, കുറെ കുന്നുകൾ ഒരുപാടുണ്ടല്ലേ. കറുവാക്കുന്ന്, പറങ്കിയാർത്ത കുന്ന്, കണ്ടെത്തിക്കുന്ന്, ഉണ്ടക്കുന്ന്, അങ്ങനെ പലതരം കുന്നുകൾ. ഉണ്ടക്കുന്നുണ്ടോ? ആ ഉണ്ടക്കുന്ന്. ഞങ്ങൾ അവിടെ ഒരു മുണ്ടക്കുന്നുണ്ട്. മുണ്ടല്ല സാധിക്കേ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചതേ, കവരത്തിയില് സ്ഥലത്തിന് പേരില്ലല്ലോ. തെക്ക് ഭാഗം വടക്ക് ഭാഗം ഇവിടെ കീച്ചേരി, മേച്ചേരി, പണ്ടാത്ത്, ഇടച്ചേരി അങ്ങനെയൊക്കെ ശരിക്കും ഓരോ പ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ചെമ്മച്ചേരി ഭാഗത്താണ്. ചെമ്മച്ചേരി, കീച്ചേരി, എടച്ചേരി, പിന്നെ പണ്ടാത്ത് അങ്ങനെയൊക്കെ ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അതൊരു പ്രത്യേകത കേട്ടോ. നമ്മളത് കണ്ടെത്തിക്കുന്നിന്റെ മുകളിലെത്തി. എത്തിയോ? നമ്മൾ സംസാരിച്ച് വന്നപ്പോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ കുന്നിന്റെ മുകളിലെത്തിട്ടോ. ചെറിയ കുന്നാണ് ഇതാണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ, ഒരു താഴേക്ക് കുറച്ചൊരു ഇറക്കം കാണുന്നുണ്ടോ. ഇതാ ഈ കാണുന്ന ഒരു ചെറിയ കുന്ന്, അതാണ് കണ്ടെത്തിക്കുന്ന്. ഇവിടെയാണ് അദ്ദേഹം ഉബൈദുല്ലാ തങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലം അല്ലേ? നീളത്തിലും രീതിയിലും നോക്കുകയാണെങ്കിൽ ഒത്ത സെന്ററാണ് ഈ ഒരു ഭാഗം എന്നാണ് പറയപ്പെടുന്നത്. നേരെ സെന്ററാണ്. ഇതിന്റെ അകത്തേക്ക് കൂടി ഒന്ന് കാണിച്ചു. ഈ കെട്ടിടം നിൽക്കുന്നത് ശരിക്കും അന്ന് അദ്ദേഹം ഇരുന്ന സ്പോട്ടിലാണോ? സ്പോട്ടിലാണ്. പിന്നെ ഇത് പിന്നീട് അതിനുശേഷം ഇതിനിപ്പോ ഇത്തേ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തേ പള്ളി ഇത്ത എന്ന് പറയുന്ന ഒരു ഉമ്മയാണ്. അപ്പൊ ആ ഉമ്മാന്റെ ഒരു നേരത്തെ ഇവിടെ ഭരണം കണ്ണൂർ ഭരണത്തിന്റെ അണ്ടറിലായിരുന്നു. അപ്പൊ ആ ഉമ്മാന്റെ മോനെ എന്തോ ഒരു കാര്യത്തിൽ ശിക്ഷിച്ചിട്ട് കണ്ണൂരിൽ കൊണ്ട് ജയിലിലിട്ടു. അപ്പൊ ഈ ഉമ്മ ഒരു നേർച്ച കരുതി. അപ്പൊ ഹസ്രത്ത് ഉബൈദുല്ലാ തങ്ങൾ ഇരുന്നിരുന്ന സ്ഥലമാണത്. അപ്പൊ ഇങ്ങനത്തെ ബിൽഡിംഗ് കാര്യങ്ങളൊന്നുമില്ല. ആ ഉമ്മ നേർച്ച കരുതി തന്റെ മോനെ തിരിച്ചു കിട്ടുകയാണെങ്കിൽ താൻ ഇവിടേക്ക് ഒരു ഇങ്ങനെ ബിൽഡിംഗ് എടുക്കാനുള്ള ഒരു ഇതിൽ ഉമ്മ നേർച്ച കരുതിയിട്ട്
ചെയ്തതാണ്. പിന്നെ അങ്ങനെ മോനെ തിരിച്ച് കിട്ടിയതിന് ശേഷം അവരുടെ നേർച്ച വീടിയതാണ് ഈ ബിൽഡിംഗ് ഇങ്ങനെ ഒരു ചെറിയൊരു റൂം പോലെ കെട്ടിടം പോലെ ആക്കുകയും പിന്നെ ഇത് അതിന് ശേഷമൊക്കെ പുതുക്കിയതാണ് കേട്ടോ. എല്ലാം പിന്നെ നാമാവശേഷമായപ്പോൾ പുതുക്കി പണിതായിരിക്കും. പിന്നെ അതിനുശേഷം ആ ഉമ്മ ഇവിടെ മറ്റേ 5 നേരവും ബാങ്ക് വിളിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇവിടെ പ്രയർ നടത്തിയിരുന്നു. അങ്ങനെ അതിനുശേഷമാണ് ഇവിടെ ഇത്തേ പള്ളി എന്നറിയപ്പെടുന്നത്. ഇത്താന്റെ പള്ളി എന്ന അർത്ഥത്തിലായിരിക്കും. ഇവിടെ കണ്ടോ ഒരു കർട്ടൻ ഇട്ടിട്ട് ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇതിനകത്തും നമ്മൾ അവിടെ കണ്ടതുപോലെ ഒരു ചെറിയ പള്ളി സെറ്റപ്പ്, ഒരു നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ നിസ്കാര പള്ളിയൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു സംഭവം. ഇവിടെ ഞാൻ പ്രത്യേകം കാണുന്നത് അവിടെ മുകളിൽ ഈ സംഭവത്തിന് എന്താ പറയുക, ഈ പച്ചത്തുണിക്ക് പ്രത്യേകിച്ച് പേര് പറയോ? പ്രത്യേകിച്ച് അത് ഇവിടെ എല്ലാ മൊഹാമിലും ഇതേപോലെ എല്ലാ മക്കാമിലും കാണാറുണ്ട്. അപ്പൊ എനിക്കതിന്റെ പേരറിയില്ല. അത് കുറെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. താഴത്തൊരു മുസല്ല ഉണ്ട്, പിന്നെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ട കോർണറിൽ ഒരു നിലവിളക്കുണ്ട്. ഇവിടെ മൊത്തത്തില് നിലവിളക്ക് ഈ മത അനുഷ്ഠാന ചടങ്ങുകളിലൊക്കെ അതായത് പണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, പണ്ടൊക്കെ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച അതായത് ഒരു വിളക്ക്, കുറച്ച് ഉയരത്തിലുള്ള ഒരു വിളക്ക് നല്ല അർത്ഥത്തിലായിരിക്കും അന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അതിപ്പോഴും നേർച്ച പോലെ തുടർന്ന് വരുന്നുണ്ട്. അതിങ്ങനെ കൈമാറി തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിസ്സാരമായ കാര്യമാണ്. ഈ ഒരു വിളക്ക് കത്തിച്ചിനൊക്കെ എന്മാതിരി പ്രശ്നം ഉണ്ടാവുക ചില ചടങ്ങുകളിലൊക്കെ അല്ലേ. ഒരു വിളക്ക് എന്ന് കണ്ടാ കഴിഞ്ഞു കേസ്. അപ്പൊ നമ്മള് കണ്ടെത്തിക്കുന്നിൽ നിന്നും ഇറങ്ങും കേട്ടോ. കുന്ന് ഇറങ്ങാനൊന്നുമില്ല, ഒരു ചെറിയ കുന്ന്, അറിയുന്നില്ല. മലകളൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടില് നമുക്ക് ഇതൊക്കെ വലിയ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ വലിയ കുന്നായിരിക്കും. ഇങ്ങനത്തെ ഒരുപാട് കുന്നുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ നാടിന്റെ ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നടക്കാൻ എനിക്കറിയില്ല, പക്ഷെ മിക്കവാറും നടക്കും. അതായത് ലക്ഷദ്വീപിന്റെ പൊതു ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ച് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരതൊക്കെ കണ്ടു നോക്കും. ഞാൻ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ലിങ്ക് വെക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് വെക്കാം. അതിൽ കുറേ വീഡിയോസ് ഉണ്ട്. എല്ലാ വീഡിയോകളിലുമായിട്ട് ലക്ഷദ്വീപിന്റെ കുറെ ഹിസ്റ്ററികൾ പറയുന്നുണ്ട്. ലക്ഷദ്വീപിന്റെ ഹിസ്റ്ററി പറയാൻ റൂട്ട് റെക്കോർഡ്സ് പോലെ വേറെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ എക്സൽ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര എന്താ പറയാ ഇതിനെ കുറിച്ച് പള്ളിന്. കാരണം ഇത് ലക്ഷദ്വീപിന്റെ പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്ററിയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അത് മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്ന് അറിയോ, ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സഹകരണമാണ്. ഇപ്പൊ പള്ളി ഷൂട്ട് ചെയ്യാനായാലും പള്ളി വീഡിയോ എടുക്കാനായാലും ഞാൻ എടുത്ത് പറയേണ്ട പോയിന്റ് ആണ്. ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നം ഞെട്ടിപ്പിക്കും. ഇവിടെ അവർക്ക് ഈ വീഡിയോ എടുത്തോ എന്ന് മാത്രമല്ല, അവർക്ക് എടുക്കുന്നതിൽ സന്തോഷമാണ്. ഭയങ്കരമായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് വേണ്ടതാണ്. കാരണം ഇത് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ചരിത്രവും ലോകം അറിയാം. പിന്നെ ഒരു രേഖയായിട്ട് അവിടെ ഉണ്ടാവും ചെയ്യും. മനസ്സിലായില്ലേ? പല കാര്യങ്ങൾക്കും രേഖകളില്ല, വീഡിയോ ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്താണെങ്കിലും ഇതിലൊരു ഇതിലിപ്പോ ചർച്ച നടക്കട്ടെ അല്ലേ? ശരിയാണോ തെറ്റാണോ എന്തായാലും അത് ചർച്ച നടക്കട്ടെ. ശരിയോ തെറ്റോ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റൂല. നമ്മള് ഇവിടെ ഇല്ലല്ലോ ആ ഒരു കാലത്ത് കേട്ടറിവുകളാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോ ഏത് മതങ്ങളുടെ ആണെങ്കിലും ഏത് ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇമ്പോർട്ടന്റ് പിൽഗ്രിം പ്ലേസുകൾ പോകുമ്പോൾ അവിടുത്തെ ഹിസ്റ്ററികൾ നമ്മൾ പറയുന്നു. ചിലപ്പോൾ മിത്തുകളും അതിനകത്ത് ഈ ഇങ്ങനത്തെ ലെജൻഡ് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇവര് വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഒരു ഫറങ്കി അർത്ഥ കുന്നോ, ആ വാക്കുകൾ ഓർത്ത് വെച്ചോ. അതൊന്നും എന്താന്ന് ഞാൻ ഇപ്പൊ പറയില്ല, അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയണം. ഓക്കെ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു നോമ്പാണ്. തീർച്ചയായിട്ടും 30ാമത്തെ നോമ്പ് അപ്രതീക്ഷിതമായിട്ട് കിട്ടി. അതെ. ഇത് കാണുന്ന മിക്കവാറും ആൾക്കാർക്കും 30 നോമ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ്. ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് ഈ പള്ളീന്റെ വീഡിയോ ജസ്റ്റ് സാധിക്കാൻ പറഞ്ഞത് ഈ പള്ളിയെ കുറിച്ചിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യണമെന്ന്. അപ്പൊ പിന്നെ നമ്മൾ അതിന് ഇറങ്ങി തിരിച്ചാണ്. അപ്പൊ അതിന് കറക്റ്റ് ടൈമിൽ അതായത് ആൾക്കാരെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഈ നാടിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ആ വീഡിയോ ആയിരിക്കും നിങ്ങൾ നെക്സ്റ്റ് കാണുക. അതല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങൾ പെരുന്നാൾ വീഡിയോ ആയിരിക്കും. പെരുന്നാൾ സ്പെഷ്യലാണ്. പെരുന്നാൾ ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ്. അതിന്റെ നമുക്ക് വിശേഷങ്ങൾ കാണണം. എന്തായാലും ഏതാണോ വീഡിയോ എന്ന് അറിയില്ല, ആ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറയട്ടെ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ അമാനുള്ളയുടെ വോയേജ് ലക്ഷദ്വീപ് എന്ന ചാനലിന്റെ ലിങ്ക് ഞാൻ താഴത്ത് വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് എടുത്തു വെക്കുക. പുള്ളി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ
നമ്മൾ എത്താത്ത സ്ഥലങ്ങളിലൊക്കെ പുള്ളി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടുത്തെ നാറ്റീവ് ആണ്. അതുകൊണ്ട് ഇവിടെ പല ഫംഗ്ഷനും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളൊക്കെ നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം. അതന്നെ. അപ്പോൾ ടാറ്റ ബൈ. ഓക്കെ. അതെ.